ഇനി ഇറങ്ങിയിട്ടുണ്ടല്ലോ അവൻ. ഇനി ഇറങ്ങുക, വരിക, ഇനി വരിക. ഇറങ്ങിയാണ് പോവാ ഇങ്ങനെ. ഇപ്പം 11:44 അടുത്ത ഡ്രാമയ്ക്ക് ഇങ്ങനെ പോവുക. ഇപ്പോൾ ഒരു കുറേ പ്രാവശ്യം പോയി, ഒരു 7-8 പ്രാവശ്യം ഇങ്ങനെ പോയി. ഇതിപ്പോൾ ഇത് ഒരു 8-ാമത്തെ പ്രാവശ്യമായിരുന്നു ഇങ്ങനെ പോകുന്നത്. ഇങ്ങനെ പോവുക ഇങ്ങനെ. പിന്നെ പണിയൊന്നുമില്ല, ഇങ്ങനെ നടക്കുക. ഇവിടെ പോകുന്നുണ്ടില്ലേ, ഇവിടെ തലയാണ് ഇല്ല പോകുന്നത്. നടക്കുക. നമ്മുടെ വീട്ടിലോട്ടൊന്നും ഇവനെ അടിച്ച് പടി കയറ്റത്തില്ല. ഇവനെ കഥയുണ്ടാക്കല ജോലി. നമ്മുടെ ക്യാമറയെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് വഴിയെ പോയാൽ പെണ്ണുങ്ങൾക്ക് ഗർഭം ഉണ്ടാകുമെന്ന കഥ. അത്ര കേമനാണെന്ന് ഇവൻ വഴിയെ പോയാൽ പെണ്ണുങ്ങൾക്ക് ഗർഭം ഉണ്ടാകുമെന്ന്. അങ്ങനത്തെ കഥകളാണ് എൻ്റെത്. എൻ്റെ അമ്മക്കിടെ കഥയാണ്. എൻ്റെ അമ്മ ഒത്തിരി ഇങ്ങനത്തെ കഥകളുണ്ടാക്കിയത്. ഇവിടെ ഒന്ന് തിരക്കിയാൽ അറിയാം സൽപ്പകവല്ലിയെക്കുറിച്ച്. എൻ്റെ അമ്മ ഒത്തിരി കഥ. ഇവളുടെ അമ്മ ആദ്യമേ ഇതുപോലെ ഒരു സിംഗപ്പൂരുകാരനെ കെട്ടിയതാണ്. അയാൾ 5-6 ദിവസം കഴിഞ്ഞ് അവരങ്ങ് പോയി, പിന്നെ വന്നിട്ടില്ല. പിന്നെ ഒത്തിരി ഇങ്ങനെ നടന്നതാണ്. പിന്നെ ഈ കണിയാനെ കിട്ടിയത്, ഈ ചെരുപ്പൂത്തിയെ. ഇതുപോലൊരു തെണ്ടിയില്ല. തുണി പൊക്കി കണിയാൻ. നാട്ടുകാരെല്ലാം ഞാൻ കൊണ്ട് കാണിച്ചു, അവരെല്ലാം കണ്ടിട്ടുണ്ട്. തുണി പൊക്കി കണിയാൻ, നമ്മുടെ മുഖത്തോട്ട് ടോർച്ചടിക്കുക, ഭയങ്കര ക്രിമിനൽ ആക്ടിവിറ്റിയായിട്ട് നടക്കുക. ഭയങ്കര പ്രാന്താവന്. മനുഷ്യരുടെ മുഖത്തോട്ട് ടോർച്ചടിക്കുക. നമുക്ക് നമ്മുടെ വസ്തുവിനകത്തും വായിക്കാത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല. അവനങ്ങ് ചീത്ത വിളിക്കുക, കമൻറ്റ് പാസ്സാക്കുക, ഇതൊക്കെയാണ് ജോലി അവൻ്റെ. നമ്മുടെ വീട്ടിലോട്ട് വരുന്നെന്നുള്ള കഥകളുണ്ടാക്കണം ഇവൻ. എന്തുവാണ് ഇവൻ്റെ കഥ? 2020 ഇതുപോലെ കുറേ കഥയുണ്ടാക്കി എന്നെക്കുറിച്ച്. ഇവൻ ഇങ്ങോട്ട് കയറുന്നു. ഓൺലൈൻ എന്തുവാടാ ഇരിക്കുന്നത്? പിന്നെന്താണ് ഓൺലൈൻ ഇരിക്കുന്നത് എന്തുവാടാ? ഏത് പെണ്ണുങ്ങളുടെ വടക്കേത്താടാ പോകുന്നത്? എൻ്റെ തന്തപ്പടി ഇങ്ങനെ ചോദിക്കുന്നത് ഇവനോട്. എന്ന് വെച്ചാൽ ഇവൻ എൻ്റെ അടുക്കെ ഓൺലൈൻ ഇരിക്കുന്നു, എൻ്റെ അടുക്കെ എന്തുവാ ഏതാണ്ടൊക്കെ എൻ്റെ അടുക്കലാണ് വരുന്നതെന്നൊക്കെ ഏതാണ്ടെല്ലാം വരുത്താൻ വേണ്ടി എന്തുവാടാ ഇരിക്കുന്നത്? എന്തുവാടാ ഓൺലൈൻ ഇരിക്കുന്നത്? ഓൺലൈൻ എന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. പിന്നെ അതുപോലെ പിന്നെ എന്താണ്, ഏത് പെണ്ണുങ്ങളുടെ വടക്കേത്താടാ പോയത്? എവിടെ കിടന്നാടാ ഉറങ്ങിയത് ഇന്നലെ? ഇങ്ങനെ പല പല കഥകളാണ് ഇവന്. അങ്ങ് കള്ളക്കഥകളുമായിട്ട് നടക്കുക. നമ്മുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നതിന് തെളിവുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ. അതുപോലെ ശല്യമായിട്ട് മാറിയിരിക്കുക ഇവനും. തുണി പൊക്കി കാണിയെ കൊണ്ട് കുഴഞ്ഞു. നമ്മളിവിടെ നിൽക്കുവാണെങ്കിൽ എന്താ ഭയങ്കര കമൻറ്റാണ് ഇവന്മാർക്ക്. നമ്മുടെ വീട്ടിന് ഇവിടെ ഒന്നും നിൽക്കാനൊക്കത്തില്ല, അങ്ങ് കമൻ്റ് അടിക്കുക. നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും അവിടെ ഇവിടെയൊന്നും നിൽക്കാൻ പറ്റത്തില്ല, അങ്ങ് കമൻറ്റാണ്. എന്തുവാണെന്നറിയത്തില്ല ഇത്രയും കമൻറ്റ്. നമ്മുടെ മുഖത്തോട്ട് നോക്കി പിന്നെ ലേസർ എവിടെയൊക്കെ അടിക്കണം, പല ഇതാ. ലേസർ അടിച്ചാൽ എന്താടി? 50 വയസ്സായില്ലോടി, നീ ചാവരുതോടി? ഇതൊക്കെ അവൻ്റെ ചോദ്യങ്ങളാണ്. എന്താടി നിനക്ക് 50 വയസ്സില്ലോടി? 50 വയസ്സായടി എന്ന് പറഞ്ഞങ്ങ് നടക്കുക. 50 വയസ്സായി പോലും എനിക്ക്. എന്തുവാണെന്നറിയത്തില്ല. 50 വയസ്സായെങ്കിൽ ചാവണമെന്ന് ഏതാണ്ട്. 50 വയസ്സായി പോലും. തിരിച്ചു വരുന്നുണ്ട് അവൻ. കണ്ടോ, വെറുതെ ഇങ്ങനെ പോവുക, ഇങ്ങനെ തിരിച്ചു വരിക, ഇങ്ങനെ നടക്കുക ഇവന്. അപ്പം തന്നെയാണ് ഇവൻ വന്നത്. ഒരു കാര്യമില്ല, ഇങ്ങനെ കഥയുണ്ടാക്കാനായിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുക ഇവന്. പിന്നെ ഇങ്ങോട്ട് കയറുന്നെന്ന് കഥയുണ്ടാക്കണം. എൻ്റെ വീട്ടിലോട്ട് കയറുന്നെന്ന് ഇവന് കഥയുണ്ടാക്കണം. കണ്ടോ, ഇപ്പം പോയതേ ഉള്ളൂ, ഇപ്പം പിന്നെയും പോവുക. ഇനി ക്രിമികടിയാണ് ഇതിന് ഭ്രാന്ത് കൂടി അങ്ങ് നടക്കുക ഇവൻ. ഭയങ്കര പ്രാന്താണ് ഇവന്. പ്രാന്തൻ്റെ പരിധി കണ്ടില്ലയോ? ഇവനൊരു പള്ളിപ്പാട്ടുകാരി, ഒരു പെണ്ണുമ്പിള്ളയുണ്ട്. ഇവളെന്ത് ചെയ്യാൻ അറിയത്തില്ല. ഇവന് അസുഖം ഉണ്ടെങ്കിൽ അവളെ വിളിക്കടാ, വേറെ വല്ല പിന്നെ വിളി നീ. ഒരു തടക ഭയങ്കരമുണ്ട് ഇവൻ്റെ പെണ്ണുമ്പിള്ളയായിട്ട്. എന്ത് ചെയ്യാൻ അവളറിയത്തില്ല. 3 കോടിയും കൊണ്ട് പോയേക്കും അവൾ. ഇവനെ ഇതാക്കി വെച്ച് 3 കോടിയും കൊണ്ട് പോയിരിക്കുക. ഇന്നിങ്ങനെ നിൽക്കുക, കണ്ടില്ലേ ഇവനെ? ഇവനിവിടെ ഇങ്ങനെ വന്ന് നിൽപ്പാ ജോലി ഇവന്. ഇത് മനഃപൂർവ്വം ഇങ്ങനെ ഇതിൻ്റെ ജോലി ചെയ്ത് ഇങ്ങനെ. അവനിപ്പോൾ വഴിയെ പോകാനും വരാനും ഒന്നും അല്ല വരുന്നത്, കണ്ടില്ലേ? ഇവനിങ്ങനെ നമ്മുടെ വീട്ടിലിങ്ങനെ വന്നിങ്ങനെ നിൽക്കുക, നമ്മുടെ വീടിൻ്റെ മുന്നിൽ. ഇവന് ഭയങ്കര പ്രാന്താണ്, കണ്ടോ? ഇതാ രോഗം ഇവന്. പണ്ടും ഇതുപോലായിരുന്നു. പാതിരാത്രിക്ക് 12 മണി, 1 മണി, 2 മണി